ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ? സുഖമാണ് അല്ലേ? അങ്ങനെ ആയിരിക്കണം. നമ്മൾ സുഖമാണ്. ഇന്ന് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസം, മനോഹരമായൊരു ദിവസം ദൈവം നൽകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് ദൈവത്തോട് പറയുക, ഈശോ എനിക്ക് ഇന്ന് അങ്ങ് നൽകാൻ പോകുന്ന നല്ല ദിവസത്തെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് വരണം. സോ നല്ല ദിവസം ആയിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒരു 5 വചനങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെ പഠിച്ച 5 വചനങ്ങൾ നമ്മൾ ഇന്നലെ ഒന്ന് ആവർത്തിച്ചു. ഒന്ന് പഠിക്കാനായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പഠിക്കുമ്പോഴും അത് പറയുമ്പോഴുമൊക്കെ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുകയാണ്. അതൊരു അഭിഷേകമായി, ഒരു അനുഗ്രഹമായിട്ട് മാറും. അങ്ങനെ ആയിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വചനം ഒരു അഭിഷേകമായി, അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തന പുസ്തകം 145-ാം അധ്യായം 13-ാം വചനമാണ്. നമുക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്, 35,526 വചനങ്ങൾ ഉള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ 8,000-ൽ പരം വാഗ്ദാനങ്ങളാണ്. 35,526 വചനങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ദിവസവും ഞാൻ അത് ആവർത്തിച്ചു. 8,000-ൽ പരം വാഗ്ദാനങ്ങളാണ് നമ്മൾ. ദ പ്രോമിസസ് ഗോഡ് ഹാസ് ഗിവൺ us പ്രോമിസസ്. അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഉതകുന്നതാണ്. അത് അന്ന് അവർക്ക് വേണ്ടി മാത്രം എഴുതി വെച്ച പ്രോമിസസ് അല്ല, ഫോർ ഫാദേഴ്സിന് എഴുതി വെച്ച പ്രോമിസസ് അല്ല, വാഗ്ദാനങ്ങളല്ല. ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എനിക്കും നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാനായിട്ട് ആഗ്രഹിക്കണം. ഇങ്ങനെയാണ് പറയുക, സാംസ് 145:13. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ്, അതിൻ്റെ ആ വചനത്തിൻ്റെ 13-ാം വചനത്തിൻ്റെ പാർട്ട് ബി ആണ്, സെക്കൻഡ് പാർട്ടാണ്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. The Lord is faithful in all his words and gracious in all his deeds. അതാണ്, The Lord is faithful in all his words and gracious in all his deeds. എല്ലാ പ്രവൃത്തികളിലും കാരുണ്യവാനാണ്. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ അവൻ നിവൃത്തീകരിക്കും. കർത്താവിൽ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മൾ പറയാറില്ലേ, വിശ്വാസ പ്രമാണം, ഐ ബിലീവ് ഇൻ ഗാഡ്. ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നാം വീണ്ടും വീണ്ടും ഏറ്റുപറയണം. അതൊരു അനുഗ്രഹമായിട്ട് മാറും. ആ വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.